മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 6-ാമത്തെ തിരുവെഴുത്ത് നമുക്ക് വായിക്കാം. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. മതി. ഇന്ന് ലോകത്തെമ്പാടും ഈസ്റ്റർ കൊണ്ട് ആടുകയാണ്. പലരും നമ്മോടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താ നിങ്ങൾക്ക് ഈ ആഘോഷമൊന്നുമില്ലേ? ഞങ്ങൾ ഇന്നലെ ഒരു കൺവെൻഷന് പോവുകയായിരുന്നു. കേന്ദ്രമന്ത്രി വന്നതുകൊണ്ട് ഇലക്ഷൻ ആയതുകൊണ്ട് ഇവിടെ ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. യാത്രയ്ക്ക് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു, വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ എത്തിയത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വഴിയിൽ ഞങ്ങൾ കണ്ട മറ്റൊരു കാര്യം, ഇന്ന് ഈസ്റ്റർ കൊണ്ടാടാൻ വേണ്ടി ഇന്നലത്തെ ഇറച്ചിക്കടയിലെ തിരക്കും മറ്റൊരു ഷോപ്പിലെ തിരക്കും. ഷോപ്പ് മനസ്സിലായല്ലോ, കൊണ്ടാടാൻ. എന്നാൽ ദൈവമക്കളെ, നിങ്ങളൊരു സത്യം അറിയണം. ഈസ്റ്റർ അഥവാ ക്രിസ്തു ഉയർത്തു സത്യമാണ്. ഈ ദിവസം അല്ല, നമുക്കറിയില്ല. പിന്നെ എങ്ങനെയാ ഈ ദിവസങ്ങളൊക്കെ വന്നത്? ചരിത്രം പഠിക്കുന്നവർക്കറിയാം, റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക ദേവനാണ് സൂര്യദേവൻ. സൂര്യദേവൻ്റെ അതുമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ വന്നത്. എന്തുകൊണ്ടങ്ങനെ വന്നു? യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, തൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ടു. ശക്തമായിട്ട് അത് വളരുവാൻ തുടങ്ങി. അവരടിച്ചമർത്താൻ നോക്കി, നടന്നില്ല. കൊന്നു നോക്കി, നടന്നില്ല. ഒരു തരത്തിലും പിടിച്ചു നിർത്താൻ അവർക്ക് സാധിച്ചില്ല. ഒടുവിൽ പിശാച് ആ ചക്രവർത്തിയുടെ ഉള്ളിൽ കൊടുത്തൊരു ചിന്തയാണ്, നമുക്കെന്നാ എല്ലാവർക്കും അങ്ങ് ക്രിസ്ത്യാനികളാകാം. സ്തോത്രം. അങ്ങനെ AD 315 അന്നത്തെ ചക്രവർത്തിയായിരുന്ന കുസ്തന്തീനോസ് മതം മാറി, മനം മാറിയില്ല. മനം മാറിയില്ല, മതം മാറി. പിന്നെ ചക്രവർത്തി പറഞ്ഞതുകൊണ്ട് ജനവും മാറി. അവരുടെ ക്ഷേത്രങ്ങളിൽ ഇരുന്ന ദേവന്മാരെയും ദേവിമാരെയും എടുത്ത് മാറ്റിയിട്ട് പകരം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ദേവന്മാരെയും ദേവിമാരെയും പ്രതിഷ്ഠിച്ചു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ വലിയ ക്ഷേത്രങ്ങളൊക്കെ പിന്നെ പള്ളികളായി മാറി. രഹസ്യം ഇതാണ്, മനം മാറുന്നില്ല, മതം മാറി. അപ്പോൾ ക്രിസ്ത്യാനികളുടെ സന്തോഷത്തിനു വേണ്ടി സൂര്യദേവൻ്റെ ജനന ദിവസമാണ് ഡിസംബർ 25. അതങ്ങ് ക്രിസ്മസ് ആയിക്കോട്ടെ, യേശു ജനിച്ച ദിവസമായിക്കോട്ടെ. പിന്നെ ക്രിസ്ത്യാനികളുടെ പ്രധാന ആരാധന ദിവസമാണ് സൺഡേ, ഞായറാഴ്ച. അതും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. സൺ ആരാണ്? സൂര്യൻ. സൺഡേ ആയിക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഈ ഈസ്റ്റർ പക്ഷേ ദുഃഖ വെള്ളിയാഴ്ചയെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം ക്രിസ്തു മരിച്ച കാര്യത്തിന് ആരും കാണത്തില്ലായിരിക്കും പക്ഷേ ഉയിർപ്പ് വന്നപ്പോൾ ഈസ്റ്റർ വസന്തം ദേവിയുടെ ഒരു പ്രത്യേക ദിവസമാണ്, ആഘോഷ ദിവസമാണ് ഈസ്റ്റർ. വസന്തം ദേവിയുടെ വസന്തം പെരുന്നാൾ. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റിമറിച്ചു, തിരിച്ചുമൊക്കെ വച്ചു. അതിനെ ലോകം മുഴുവനും അങ്ങ് ഏറ്റെടുത്തു. അതുകൊണ്ട് യേശു ഉയർത്തത് ഇന്നാണെന്ന് എനിക്കറിയത്തില്ല. ഉയർത്തു എന്നുള്ളത് സത്യമാണ്. യേശു ജനിച്ചു എന്നുള്ളത് സത്യമാണ്. ജീവിച്ചു എന്നുള്ളത് സത്യമാണ്. മരിച്ചു എന്നുള്ളത് സത്യമാണ്. അടക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യമാണ്. സ്വർഗത്തിൽ പോയിരിക്കുന്നു എന്നുള്ളതും
വിശ്വസിക്കുന്നവർക്ക് മാത്രം കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ട് ക്രിസ്ത്യാനികളായി പെന്തിക്കോസ്തുകാരായി നിങ്ങളിതൊന്നും ആഘോഷിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ, ഇത് ആഘോഷിക്കാനുള്ളതല്ല, അനുഭവിക്കാനുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ബോഡി കാണാൻ ഒരു കൂട്ടര് കല്ലറയ്ക്കൽ ചെന്നു. ദൂതൻ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചു വന്നയാൾ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റു. മരണത്തെ ജയിച്ച, കല്ലറയെ വേക്കൻ്റാക്കി നിർത്തിയ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. അത് നമ്മൾ വിശ്വസിക്കുന്ന യേശുവാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 5-6 കൂടെ ചേർത്ത് വായിക്കാം. ലൂക്കോസ് 24, 5, 6 വാക്യങ്ങൾ. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇട എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചു വന്നത് എവിടെ? പ്രൈസ് ലോർഡ്. മരിച്ചവർ കിടക്കുന്ന കല്ലറയിൽ. പലർക്കും ഇന്ന് സെമിത്തേരിയിൽ പോയാൽ മതി, അതാണ് സന്തോഷം. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കൾ ഒരു കാര്യം അറിയണം. അവിടെ ദൂതന്മാർ പറയുകയാണ്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിച്ചു വന്നത് എന്ത്? അടുത്ത ഭാഗം, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സ്തോത്രം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ദൂതന്മാർ പറയുകയാണ്, നിങ്ങൾ അന്വേഷിച്ചു വന്ന ആ ബോഡി അവൻ ഇവിടെയില്ല, അവൻ മരണത്തെ ജയിച്ചു. യേശു മരണത്തെ ജയിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ചോദ്യം ശേഷിക്കുന്നു, അവൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ അവൻ എവിടെ? പ്രൈസ് ദി ലോർഡ്. കല്ലറയിൽ യേശു ഇല്ല എങ്കിൽ, മരിച്ചവരുടെ ഇടയിലില്ല എങ്കിൽ പിന്നെ അവൻ എവിടെ? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 27-ാമത്തേത് 20 വചനവും വായിക്കാം. കൊലോസ്യർ 1:27. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. സഭയോട് പറയുന്നു. സ്തോത്രം. സഭയുടെ സ്ഥാപകൻ ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ അന്വേഷിച്ച് കല്ലറയ്ക്കൽ ചെന്നവരോട് പറഞ്ഞത്, നിങ്ങൾ അന്വേഷിച്ചു വന്ന ബോഡി ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പിന്നെ യേശു എവിടെ? ഹല്ലേലൂയ. ശവക്കല്ലറയിലില്ലാത്ത, സെമിത്തേരിയിലില്ലാത്ത യേശു പിന്നെ എവിടെ? സഭയോട് പറയുന്നു, നിങ്ങളിൽ വളരെ സ്നേഹത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ ഇത് ശ്രദ്ധിക്കുന്ന, മുകളിൽ ശ്രദ്ധിക്കുന്ന, ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന സകല ആളുകളോടും ഒരു ദൈവദാസൻ എന്ന നിലയിൽ ചോദിക്കുന്നു, യെസ്, എന്നിലുണ്ട് എന്ന് പറയുവാൻ എത്ര പേർക്ക് സാധിക്കും? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവസഭയിൽ നിങ്ങളിൽ യേശുവുണ്ട്. ഉയർത്തെഴുന്നേറ്റവൻ നിങ്ങളിലുണ്ട്. എത്ര പേർക്ക് പരമാർത്ഥമായി അനുഭവത്തോടെ പറയാൻ സാധിക്കും, യേശു എൻ്റെ അകത്തുണ്ട്, യേശു എൻ്റെ അകത്തുണ്ട്? ആ ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഗലാത്യർ 2:20 വായിച്ചേ. 20-21. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല. എല്ലാവരും ശ്രദ്ധിക്കണേ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ചങ്കില കൈവച്ചിട്ട് എത്ര പേർക്ക് ഇതുപോലെ പറയാൻ പറ്റും? ഞാനില്ല, യേശു എന്നിൽ ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു എപ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ രക്ഷകനായി വരുമോ അപ്പോൾ മുതൽ നമ്മിൽ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി 2:15
17 നമ്മൾ വായിക്കുമ്പോൾ ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം കള്ളം പറയത്തില്ല, തിന്നു മരിച്ചു. അപ്പോൾ മരിച്ചിട്ടും ആദാം പിന്നെയും ജീവിച്ചു. അർത്ഥം എന്താണ്? ആത്മാവിൽ മരിച്ചു, ജഡത്തിൽ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞത്, ലൂക്കോസ് 9:60, മരിച്ചവർ തങ്ങളുടെ വായിച്ചു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. അപ്പം മരിച്ചവർക്ക് ശവക്കുഴി വെട്ടാനും ശവത്തെ ചുമക്കാനും ശവത്തെ കൊണ്ട് കുഴിക്കകത്തിടാനും ചവിട്ടി ഉറപ്പിക്കാനും സാധിക്കും. അവർക്ക്, മരിച്ചവർക്ക്. എന്താ ഇതിൻ്റെ അർത്ഥം? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ മരിച്ച് ജഡത്തിൽ ജീവിക്കുന്നവർ ജഡത്തിൽ മരിച്ചവരെ കുഴിച്ചിടട്ടെ. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനും നിങ്ങളും അങ്ങനെയായിരുന്നു. എന്നാൽ യേശു കർത്താവ്, പ്രൈസ് ദി ലോർഡ്, സോദരം സോദരം സോദരം, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഒരാത്മാവായി യേശു ജീവിച്ചിരുന്ന ആ രീതിയിൽ ആ ശരീരത്തോടെ ആയിരുന്നാൽ ഒരിക്കലും നമുക്കൊരു ഉയിർപ്പ് പ്രാപിക്കാൻ കഴിയത്തില്ല. യേശു ഉയർത്തെങ്കിലേ, യേശു ഒരാത്മാവായാലേ ആത്മാവിൽ മരിച്ചവർക്ക് ഉയിർപ്പ് തരാൻ പറ്റത്തുള്ളൂ. ആമേൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ തിരുവെഴുത്ത് നമുക്കറിയാമല്ലോ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. പാപം നിമിത്തം ആത്മാവിൽ മരിച്ചുപോയവരെ, ഹല്ലേലൂയ, പാപത്തിന്റെ പരിഹാരത്തിനായി ലോകത്തിലേക്ക് വന്ന് പാപത്തിന്റെ ശിക്ഷ കാൽവരിയിൽ വഹിച്ചിട്ട് അടക്കപ്പെട്ട് നമ്മുടെ നീതീകരണത്തിനായി 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ യേശു ഒരാത്മാവായി. സ്തോത്രം. നിങ്ങൾക്കറിയാം, ശരീരത്തോടെ ഇരുന്നാൽ എല്ലാവരും പ്രസംഗിമാർ പറയാറുണ്ട്, യേശു അടുക്കലുണ്ട്, വിശ്വസിക്കുക, യേശു അകത്ത് വരട്ടെ എന്ന് പറയും. ആളുകൾ ആലോചിച്ചിരിക്കുക, 6.5 അടി നീളമുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് എൻ്റെ അകത്ത് വരുന്നത്? സ്തോത്രം. ചിന്തിച്ചാൽ അന്തമില്ലാത്ത കാര്യമാണ്. ശ്രദ്ധിക്കൂ, യേശു ജീവിച്ചിരുന്ന കാലത്ത് ഒരു സമയത്ത് ഒരിടത്തേ നിൽക്കാൻ പറ്റത്തുള്ളൂ. യേശു കബർന്നഹൂമിൽ നിന്നാൽ ഗലീല പ്രദേശത്ത് നിൽക്കാൻ പറ്റത്തില്ല. കാനാവിൽ നിന്നാൽ പിന്നൊരിടത്ത് നിൽക്കാൻ പറ്റത്തില്ല. ശരീരത്തോടെ ആയിരുന്നാൽ ഒരിടത്തേ നിൽക്കാൻ പറ്റൂ. മാത്രമല്ല, വാതിൽ തുറക്കാതെ ശരീരമുള്ളവൻ അകത്തു വരാൻ പറ്റത്തില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു, ശിഷ്യന്മാർ വാതിലും ജന്നലും ഏറുഹോളും അടച്ച് ശ്വാസം പിടിച്ച് അകത്തിരുന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, സ്വതന്ത്ര യോഹന്നാൻ 20:19, യേശു കർത്താവ് അകത്ത് ആരും തുറന്നു കൊടുക്കാതെ അകത്തിരുന്നു. അതാണ് ഉയർത്തെഴുന്നേറ്റ യേശു. ആ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ആത്മാവ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നാം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് കണ്ണീരോടെ യേശു കർത്താവിനോട് ഏറ്റു പറഞ്ഞപ്പോൾ അവൻ്റെ രക്തം കൊണ്ട് പാപങ്ങളെ കഴുകിക്കളഞ്ഞിട്ട്, എന്നെ നോക്ക്, ഇവിടം കീറാതെ ആത്മാവായ യേശു അകത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. അതിക്രമത്തിലും പാപത്തിലും മരിച്ചു കിടന്ന എൻ്റെ ആത്മാവിനെ യേശു ഉയർപ്പിച്ചു. യേശു എന്നിൽ ജീവിക്കുന്നു. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഒരു കാര്യം ഓർത്തോണം, ഞാൻ ജീവിച്ചാൽ യേശുവില്ല, യേശു ജീവിച്ചാൽ ഞാനുമില്ല. ഇത് രണ്ടും കൂടെ കുഴപ്പിക്കരുത് കേട്ടോ. ചിലരുണ്ട്, ചിലയിടത്ത് അവർ ജീവിക്കും, ചിലയിടത്ത് യേശു ജീവിക്കും. ഒക്കത്തില്ല, കൂടുതൽ വഷളാകും. അതുകൊണ്ട് ഒന്നുകിൽ ഈ ഒരു ശരീരത്തിൽ 2 പേർക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. ഞാൻ ജീവിച്ചാൽ യേശുവില്ല, യേശു ജീവിച്ചാൽ ഞാനില്ല.
പൗലോസ് പറയുന്നു, യേശു എന്നിൽ ജീവിക്കുന്നു. യേശു കർത്താവ് ദൈവസഭയിലും ജീവനുള്ളവനായി നടക്കുന്നു. വെളിപ്പാട് 2:1 വായിക്കുമ്പോൾ എഫെസോസ് സഭയുടെ ദൂതനായി എഴുതുക, അവൻ സഭയിൽ നടക്കുകയാണ്. ഒന്ന് വായിച്ചോ. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. യേശു കർത്താവ് നമ്മുടെ സഭയിൽ, തന്റെ സഭയിൽ നടക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ആരാധനയ്ക്ക് വരുമ്പോൾ സഭയുടെ ഉടമസ്ഥൻ ദൈവസഭയ്ക്കകത്ത് നടകൊള്ളുന്നു എന്നുള്ളത് ആത്മാവിൽ കാണുന്ന, ആത്മാവിൽ ആ സാന്നിധ്യം അറിയുന്ന ഒരു ദൈവ പൈതലാണ് യഥാർത്ഥത്തിൽ ആരാധിക്കുന്നവൻ. അതില്ല എങ്കിലും വരാം, കൈയടിക്കാം, പാട്ടുപാടാം, പ്രാർത്ഥിക്കാം, വേണമെങ്കിൽ അന്യഭാഷയും പറയാം. പക്ഷേ ആരാധ്യന്റെ സാന്നിധ്യം, ആരാധ്യനെ ആത്മാവിൽ കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ അത് അക്ഷരിക പ്രകടനങ്ങളാണ്. മനസ്സിലായവർക്കൊരു ഹല്ലേലൂയ പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 38-ാമത്തെ വാക്യം വായിക്കാം. ലൂക്കോസ് 20:38. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല. നമ്മുടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, പിന്നെ ജീവനുള്ളവരുടെ ദൈവമത്രേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സന്തോഷമുള്ള എത്ര പേരുണ്ട്? നമ്മുടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല. അതുകൊണ്ടാണ് ദൂതൻ ചോദിച്ചത്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 32-ാമത്തെ വചനം വായിക്കണം. മത്തായി 22:32. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല. അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. കരം പൊക്കി ഒരു ശക്തമായ ഹല്ലേലൂയ പറയാം. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? സ്തോത്രം. 10,000 പേര് കൂടുന്ന ഒരു ചർച്ച് എന്ന് പറയാൻ ഒരാലയം, അവരുടെ ഉള്ളിൽ യേശുവില്ല. അങ്ങനെയെങ്കിൽ അവർ മരിച്ചവരാണ്. കൂട്ടമത്ര 10,000. സ്തോത്രം. അവിടെ ഉള്ളിൽ യേശുവില്ല എങ്കിൽ യേശുവിൻ്റെ കാര്യമോടെ പറയുന്നുണ്ടാവാം, യേശുവിൻ്റെ ബൈബിൾ അവിടെ വായിക്കുന്നുണ്ടാവാം, ആത്മീയ കാര്യങ്ങളെല്ലാം അവർ ചേർന്ന് ഉരുടുന്നുണ്ടാവാം. പക്ഷേ യേശു അകത്തില്ലെങ്കിൽ 10,000 പേരുടെ കൂട്ടം ഒരു സെമിത്തേരിയാണ്, ഒരു സെമിത്തേരിയാണ്. എന്നാൽ 2 പേരെ കൂടാനുള്ളൂ, 2 പേരെ കൂടാനുള്ളൂ എങ്കിൽ അവരുടെ ഉള്ളിൽ യേശുവുണ്ടെങ്കിൽ അവർ കൂടി വരുന്നിടത്ത് അവിടെ യേശുവുണ്ട്. അതാണ് ദൈവസഭ, അതാണ് ദൈവത്തിൻ്റെ സഭ. എത്ര പേർക്ക് ഈ സത്യം മനസ്സിലായി? അവർ മാത്രം കരം പൊക്കി ഒരു ഹല്ലേലൂയ പറയാം. നമ്മുടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. യേശു പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ തിരുവെഴുത്ത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ ദൈവത്തിന്റെ വചനം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ഇനി ഇടയ്ക്കിടയ്ക്ക് മരിക്കുമെന്നാണോ? ആണോ? മരിച്ചതൊരിക്കൽ, ജീവിക്കുന്നതോ? ആ മർമ്മം ഗ്രഹിക്കാൻ സാധിച്ചു എങ്കിൽ അവൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. മരിച്ചതൊരിക്കൽ, ജീവിക്കുന്നതോ എന്നേക്കും. ജനിച്ചത് ഒരിക്കൽ. പ്രൈസ് ദി ലോർഡ്. യേശു ലോകത്തിൽ വന്നു, ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറിപ്പോയിരിക്കുകയാണ്. യേശു പറയുകയാണ്, ഇനി ഞാൻ മരിക്കത്തില്ല, എന്നേക്കും ഞാൻ ജീവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ യേശു നിത്യനാണ്, നമ്മുടെ പിതാവായ ദൈവം നിത്യനാണ്. റോമർ 14:24 എഴുതിയിട്ടുണ്ട്. ആ തുടക്കം ഒന്ന് വായിച്ചോ. റോമർ 16:24. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യ ദൈവത്തിന്റെ നിയോഗപ്രകാരം. മതി. നമ്മുടെ ദൈവം ആരാണ്?
അവസരോചിതം മാറുന്ന ദൈവമൊന്നുമല്ല. രൂപഭേദമില്ല, പാപമാറ്റവും ഇല്ല. ആ ഒരു മർമ്മം വെളിപ്പെട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഈ ദൈവത്തെ സേവിക്കാത്ത മറ്റുള്ളവർക്ക് അവരവരുടെ ദൈവത്തിന് ഇഷ്ടമുള്ള രൂപം ഉണ്ടാക്കാം. എത്ര കൈ വേണമെങ്കിലും വയ്ക്കാം, എത്ര തല വേണമെങ്കിലും വയ്ക്കാം, ഏത് പ്രായത്തിലുള്ളത് വേണമെങ്കിലും വയ്ക്കാം, ഏത് പെയിന്റ് വേണമെങ്കിലും അടിക്കാം. സ്തോത്രം. കാരണം ഒരു സ്ഥിരമായ രീതിയില്ല. എന്നാൽ എൻ്റെ ദൈവം നിത്യനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നിത്യനായ ദൈവമാണ്. ഒരു സത്യം കേൾവിക്കാരായ ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവം നിത്യനാണെങ്കിൽ നിനക്കും ഒരു നിത്യതയുണ്ട്. ദൈവത്തിൻ്റെ രാജ്യം നിത്യരാജ്യമാണ്. എത്ര പേര് അത് വിശ്വസിക്കുന്നു? സ്വർഗരാജ്യം നിത്യരാജ്യമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അവിടെ എത്തുന്ന ദൈവമക്കൾക്കും അവനോടൊപ്പം ഒരു നിത്യതയുണ്ട്. നിത്യതയുണ്ട്. എത്ര പേര് ആത്മാവിൽ അത് മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവം നിത്യനാണ് എങ്കിൽ, ഹല്ലേലൂയ, സ്വർഗരാജ്യം നിത്യമാണ് എങ്കിൽ അവിടെ എത്തുന്ന ദൈവമക്കൾക്ക് ഒരു നിത്യതയുണ്ട്. ആ നിത്യതയെ പ്രത്യാശിക്കുന്ന, ആ നിത്യതയെ ആത്മാവിൽ ദർശിക്കുന്ന, ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഭാഗ്യശാലികളാണ്. അതുകൊണ്ട് അവരോട് പരിശുദ്ധാത്മാവിൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, സർദീസ് സഭയുടെ ദൂതൻ എഴുതുകയാണ്. ഒന്ന് വായിച്ച് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വേഗം വായിച്ചു. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. ശ്രദ്ധിക്കണേ, ഇത് കേൾക്കുമ്പോൾ അതങ്ങ് സർദീസിലെ കാര്യമല്ലേ പാസ്റ്റർ, ഇവിടെ ഇറക്കണ്ടെന്നൊന്നും ആരും ചിന്തിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവുമുള്ളവൻ അരുളി ചെയ്യുന്നത്. ഞാനല്ല പറയുന്നത്, ഈ പറയപ്പെട്ട പുള്ളിയാ പറയുന്നത്. അരുളി ചെയ്യുന്നു. എന്താ? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പാട്ടറിയുന്നു, പ്രാർത്ഥന അറിയുന്നു, നിന്റെ ഒച്ചപ്പാടൊക്കെ ഞാൻ അറിയുന്നു. യെസ്, അതറിയുന്നുണ്ട്. പക്ഷേ അതിലുപരി നിന്റെ രഹസ്യവും പരസ്യവുമായ പ്രവൃത്തി ഞാൻ അറിയുന്നു. ദൈവസഭയോട് പറയുകയാണ്, നിന്റെ രഹസ്യവും നിന്റെ പരസ്യവുമായ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ആരും അറിയാത്തത് ഞാൻ അറിയുന്നു. ആരും ഇതുവരെ അറിയാത്ത നിന്റെ രഹസ്യങ്ങൾ ഞാൻ അറിയുന്നു. അടുത്ത് വായിച്ചു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേർ ഉണ്ട്. ജീവനുള്ളവനെന്ന് പേരുണ്ട്. കാരണം ജീവന്റെ പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. ഇതൊക്കെ ജീവനുള്ളവരുടെ കൂട്ടത്തോട് ചേർന്ന് നീയും ആ കാര്യങ്ങൾ ചെയ്യുന്നു. ആ പേര് നിനക്കുമുണ്ട്. അടുത്ത ഭാഗം. എങ്കിലും നീ മരിച്ചവനാകുന്നു. ദൈവസഭയെ ഈ ദൂത് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നുണ്ടോ? നിനക്കൊരു പേരുണ്ട്. നീ ഇന്ന സഭയിലെ ആളാണ്. നീ ജീവൻ പ്രാപിച്ച വ്യക്തിയാണ്. നീ രക്ഷിക്കപ്പെട്ടവനാണ്. നീ സ്നാനപ്പെട്ടവനാണ്. ആത്മീയ കൂട്ടായ്മകളുണ്ട്. കൂട്ടായ്മയുമായി നിനക്ക് ബന്ധമുണ്ട്, പേരുണ്ട്. പക്ഷേ നീ മരിച്ചവനാകും. ഭയത്തോടെ ഈ സന്ദേശം കേൾക്കുന്ന, നടുക്കത്തോടെ ഈ ദൂത് കേൾക്കുന്ന ജീവിതങ്ങളെ ദൈവം സ്പർശിക്കട്ടെ. നിന്റെ പ്രവൃത്തി ജീവനുള്ളവനെങ്കിൽ ആ ജീവനുള്ളവൻ്റെ, യേശു ജീവിക്കുന്നവൻ്റെ യേശുവിൻ്റെ പ്രവൃത്തി തന്നെ നിന്നിലുണ്ടായിരിക്കട്ടെ. അടുത്ത ഭാഗം. ഉണർന്നുകൊള്ളുക. എന്തിനാ ഇന്ന് പകൽക്കാലം ഈ ദൂത്? ഉണർന്നുകൊള്ളുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. എല്ലാവരും നോക്കിക്കേ. ചാവാറായ ശേഷിപ്പുകളെ, അധികം സമയം നമ്മുടെ മുമ്പിലില്ല.
നമ്മളാണോ ഇവിടെ നിന്ന് പോകുന്നത്, യേശു വന്നാണോ നമ്മൾ പോകുന്നത് നമുക്കറിയത്തില്ല. മരണമായാലും യേശുവിൻ്റെ വരവായാലും രണ്ടിൻ്റെയും സമയം അടുത്തിരിക്കുകയാണ്. മുമ്പിലധികം സമയമില്ല. അതുകൊണ്ടൊരു മുന്നറിയിപ്പ് തരുന്നു. ചാവാറായ ശേഷിപ്പിനെ ഇന്ന് പകൽക്കാലം ശക്തീകരിച്ചു കൊള്ളുക. ഈ ദൂത് കേൾക്കുമ്പോൾ ഇതെനിക്കല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ നല്ല മനസ്സോടെ ഏറ്റെടുത്ത്, ഞാൻ ഇതുവരെ മരിക്കാത്തത്, യേശു ഇതുവരെ വരാത്തത് എനിക്ക് വേണ്ടിയാണെന്ന് അകത്തു ബോധ്യമുള്ളവരായി ഈ പകൽക്കാലം ജീവൻ പ്രാപിക്കുവാൻ, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ദൂത് വിളിച്ചു പറയുകയാണ്. Praise the Lord. Praise the Lord. ബാക്കി ഭാഗം കൂടെ വായിച്ചോ. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഒരു ഉണർവുണ്ടാക്കാനല്ല ഞാൻ ഈ വാക്യം വായിച്ചത്. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണതയുള്ളതായി. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു, അതൊക്കെ പൂർണ്ണതയുള്ളതെന്നാണ് നമ്മുടെ വിചാരം. അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ അത് പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ചാവാറായ ശേഷിപ്പ്, അവസാനത്തെ ആ ശ്വാസം പോകുന്നതിന് ചാകാറായി ഒരല്പം അനക്കമുണ്ട്. അതും കൂടെ നഷ്ടപ്പെടുന്നതിന് മുമ്പേ ഉണർന്നുകൊള്ളുക. പ്രവൃത്തിയെ ശരിയാക്കുക, ജീവിതം ക്രമപ്പെടുത്തുക. കാഹളം കേൾക്കാറായി, നാഥൻ വരാറായി. നമ്മൾ ഇവിടുന്ന് പോകേണ്ട സമയമായി. മരണമാണോ യേശുവിൻ്റെ വരവാണോ നമുക്കറിയില്ല. രണ്ടായാലോ എത്തേണ്ടടുത്ത് എത്തിച്ചേരുവാൻ ഉണർന്നുകൊള്ളുക. ചാവാറായ ശേഷിപ്പിനെ വിധിയാതെ ശക്തീകരിക്കുവാൻ ഉത്സാഹിക്ക്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.